Nishi's Kitchen Vlogsിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ പുഡിംഗ് ആണ്, ബ്ലാക്ക് ഫോറസ്റ്റ് പുഡിംഗ്. ഞാനിപ്പോൾ ഇത് ചോക്ലേറ്റ് കേക്ക് ഇല്ലാതെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണാം. ഞാനിവിടെ അടുപ്പത്ത് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് ഫുൾ ക്രീം മിൽക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി തീ കത്തിച്ച് ഇത് തിളപ്പിക്കാം. തിളക്കുന്നത് വരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് 2 കപ്പ് പാല് എന്ന് പറഞ്ഞാൽ 1/2 ലിറ്റർ പാലാണ്. 250 ml കപ്പിന് 2 കപ്പ്. ഇതിപ്പം തിളച്ചിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ച് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. പഞ്ചസാരയും കണ്ടൻസ് മിൽക്കും നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് ചേർക്കാം. കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നില്ലെങ്കിൽ പഞ്ചസാര കുറച്ചധികം ചേർത്താലും മതി. അല്ലെങ്കിൽ പഞ്ചസാര കുറച്ച് കണ്ടൻസ് മിൽക്ക് വേണമെങ്കിൽ കുറച്ചധികം ചേർത്തിട്ട് ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് തണുത്ത പാലൊഴിച്ച് ഇളക്കി മിക്സ് ചെയ്ത് കട്ടയില്ലാതാക്കിയെടുക്കാം. ഇതിനി പാല് തിളപ്പിച്ചതിലേക്ക് ഒഴിക്കാം. ഒഴിച്ച ഉടനെ തന്നെ ഇളക്കി മിക്സ് ചെയ്യാം. തീ കുറച്ച് വെച്ച് ചെയ്യാം. ഇതിപ്പം നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇതാ ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ട് കട്ട ഉടച്ചെടുക്കാം. കുറച്ച് ഡാർക്ക് ചോക്ലേറ്റിന്റെ പീസ് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. തീ ഏറ്റവും കുറച്ച് വെച്ച് ചെയ്യണം. അധികം തീ കുറച്ച് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്താലും മതി. ഇതിപ്പം നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിന് പുഡിംഗ് സെറ്റ് ചെയ്യുന്ന ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ലെവൽ ചെയ്യാം. ഇനി ഇതിന്റെ മേലെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 250 ml വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഈ വിപ്പിംഗ് ക്രീം ഫ്രിഡ്ജിൽ താഴത്തെ തട്ടില വെച്ചിട്ടില്ലതെങ്കിൽ ബീറ്റ് ചെയ്യുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പേ ഫ്രീസറിൽ വെച്ചെടുത്താൽ എളുപ്പത്തിൽ ബീറ്റ് ചെയ്യാൻ കഴിയും. ഇനി ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. ഇതിപ്പം നല്ല കട്ടിക്ക് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നേരത്തെ റെഡിയാക്കി വെച്ച ചോക്ലേറ്റ് മിക്സിന്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ചോക്ലേറ്റ് മിക്സ് ഇപ്പം നല്ല കട്ടിയായിട്ടുണ്ട്. കോൺഫ്ലോർ ചേർത്തതുകൊണ്ട് വേഗം തണുക്കുമ്പോൾ തന്നെ കട്ടിയാവും. ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ചൂടാറുമ്പോൾ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ താഴെത്തട്ടിൽ വെക്കാം. ഇനി ഇതിന്റെ മേലെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടാം. ഇനി ഇതിൽ വിപ്പിംഗ് ക്രീം വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിന്റെ മേലെ ചെറി വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാം. നല്ല ടേസ്റ്റ് ആണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.